നമസ്കാരം. ഇന്നലെ നിയമസഭയിൽ നല്ലൊരു നാടകം അരങ്ങേറി. പ്രധാന കഥാപാത്രം പിണറായി വിജയൻ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്, മുൻ മുഖ്യമന്ത്രിയാണ്. ഒരു കുപ്പിയിൽ കുറച്ച് കലക്കവെള്ളവും കൊണ്ടുവന്ന് വളരെ വികാരാധീനനായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇന്നലെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിനിടയിൽ നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയ CPIയുടെ വിദ്യാർത്ഥി സംഘടനയിലെയും CPIയുടെയും നേതാക്കൾക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ അതിൽ ചെളിവെള്ളമുണ്ടായിരുന്നു, മാലിന്യമായിരുന്നു എന്ന് പറഞ്ഞാണ് അതിലൊരു സാമ്പിളുമായി പിണറായി വിജയൻ വന്നത്. ഒരു കൊക്കോകോളയുടെയോ മറ്റോ ഈ 15 രൂപയുടെ ചെറിയ ബോട്ടിലിൽ ആരോ കുറച്ച് വെള്ളം കലക്കി കൊടുത്തു. അതും കൊണ്ടാണ് പിണറായി വിജയൻ വന്ന് നിയമസഭയിൽ നിന്ന് നല്ലൊരു അഭിനയം കാഴ്ചവെച്ചത്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ചിരിക്കാനാണ് തോന്നിയത്. പിണറായി വിജയൻ ഇത്തരത്തിലുള്ള യാതൊന്നിനെക്കുറിച്ചും പറയാനുള്ള ധാർമ്മികമായ അവകാശമോ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യമോ അവകാശമോ ഒന്നുമില്ല. പിണറായി വിജയൻ്റെ ഭരണം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒരു കാര്യം കൂടി എടുത്തു പറയാതെ വയ്യ. നമ്മുടെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല, അദ്ദേഹം ഇന്നലെ പിണറായി വിജയൻ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്നെ പറഞ്ഞത് അത് തെറ്റായിപ്പോയി, തീർച്ചയായും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകാമെന്നുള്ളതാണ്. ഇനി രമേശ് ചെന്നിത്തലയുടെ സ്ഥാനത്ത് പിണറായി വിജയനായിരുന്നെങ്കിലോ പോയി പണി നോക്കാൻ പറയുമായിരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കാൻ പറയുമായിരുന്നു. അത് രമേശ് ചെന്നിത്തല ചെയ്യാത്തത് അദ്ദേഹത്തിൻ്റെ മാന്യത. പിണറായി വിജയന് എത്രത്തോളം തിരിച്ചടികൾ കിട്ടുമോ അത് അത്രത്തോളം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പിണറായി വിജയൻ്റെ കാലത്ത് നടത്തിയ പല സമരങ്ങളും നമ്മൾ കണ്ടതാണ്. ആശാവർക്കർമാരുടെ സമരം. ഈ ആശാവർക്കർമാർ മാസങ്ങളോളമാണ് തുച്ഛമായിട്ടുള്ള ശമ്പള വർധനവിന് വേണ്ടി, വേതന വർധനവിന് വേണ്ടി സെക്രട്ടറിയേറ്റിന് മുന്നിൽ സമരം നടത്തിയത്. അവരെ ഏതെല്ലാം രീതിയിൽ ദ്രോഹിച്ചു. അവർ വെയിലും മഴയും കൊള്ളാതിരിക്കാനായി തലയ്ക്ക് മുകളിൽ വലിച്ചു കെട്ടിയിരുന്ന ടാർപ്പ് അഴിച്ചു മാറ്റി, മൈക്ക് തട്ടിപ്പറിച്ചു എടുത്തുകൊണ്ട് ഓടി പോലീസുകാർ. അത്തരത്തിൽ എന്തെല്ലാം ക്രൂരമായിട്ടുള്ള മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളാണ് ആശാവർക്കർമാരായ സ്ത്രീകളോട് പിണറായി വിജയൻ്റെ സർക്കാർ ചെയ്തത്, പിണറായി വിജയൻ്റെ നേതാക്കൾ ചെയ്തത്. സ്ത്രീ നേതാക്കൾ പോലും, അതായത് വീണ ജോർജ് ഉൾപ്പെടെയുള്ള CPMൻ്റെ വനിതാ നേതാക്കൾ പോലും ഈ ആശാവർക്കർമാരെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി, പരിഹസിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി. പിന്നീട് CPO റാങ്കിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, വനിതാ പുരുഷ CPO റാങ്കിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നടത്തിയ പല തരത്തിലുള്ള സമരമുറകൾ നമ്മൾ കണ്ടതാണ്. ഇനി ഇതല്ലാതെ യുവമോർച്ച പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമൊക്കെ പല കാരണങ്ങൾ പറഞ്ഞ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരം കണ്ടതാണ്. അവിടെ യുവമോർച്ചക്കാർക്ക് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസ്സുകാരെ വളരെ ശക്തമായിട്ടുള്ള രീതിയിലാണ് അന്ന് നേരിട്ടത്. അതിനൊക്കെ ഞാൻ പല തവണ ദൃക്സാക്ഷിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അന്ന് കലക്ക വെള്ളമൊഴിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ നയിച്ച ജാഥയ്ക്കെതിരെ കലക്ക വെള്ളം ഈ ജലപീരങ്കിയിലൂടെ പമ്പ് ചെയ്തിട്ടുണ്ട്. ഈ കലക്ക വെള്ളത്തിൽ കുളിച്ച് ഇവരൊക്കെ കിടക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. ഈ വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് ഇവരൊക്കെ നിലത്തേക്ക് വീണ് കിടക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. പലപ്പോഴും മലിനജലം തന്നെയാണ് പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ഈ ജലപീരങ്കിയിലൂടെ സമരക്കാർക്ക് നേരെ പ്രയോഗിച്ചിരുന്നത്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ വന്നിട്ട് വളരെ വികാരാധീനനായി പിണറായി വിജയൻ നിയമസഭയിൽ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കാനാണ് തോന്നുന്നത്. ഒരിക്കലും ഇത്രയും പരിഹാസപാത്രമാകാൻ എന്താണ് പിണറായി വിജയൻ തയ്യാറാകുന്നത്? പിണറായി വിജയൻ താൻ ചെയ്തിട്ട് പോയ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ, ഇനി എത്ര അൾഷിമേഴ്സ് മറവി രോഗമുണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്തിട്ട് പോയ മറവി രോഗം എന്തായാലും അദ്ദേഹത്തിന് ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇപ്പോഴും ഇത് നിയമസഭയാണ്, ഞാൻ ധർമ്മടത്തെ MLA ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തൻ്റെ കാലത്ത്, തൻ്റെ ഭരണകാലത്ത് നടന്ന ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വന്നിട്ട് ഇതുപോലെ പറയാൻ ഈ പിണറായി വിജയന് നാണമാകുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് മാത്രമല്ല, പിണറായി വിജയൻ മുമ്പും, അതായത് 26 വയസ്സിലോ മറ്റോ ആണ് അദ്ദേഹം ആദ്യമായി MLA ആയി വരുന്നത്. അന്ന് പോലീസ് അടിച്ച് തല പൊട്ടിച്ചതുകൊണ്ട് ആ രക്തം പുരണ്ട ഷർട്ടുമായി വന്ന കഥയൊക്കെ അന്തർമമ്മികളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാക്കുന്നുണ്ടായിരുന്നു പലപ്പോഴും. പിന്നീട് മാസപ്പടി കേസിൽ മകളുടെ പങ്കിനെക്കുറിച്ച് മാത്യു കുഴൽനാടൻ ചോദ്യം ഉന്നയിച്ചപ്പോൾ ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വികാരാധീനനായി വളരെ മികച്ച ഒരു പ്രകടനം പിണറായി വിജയൻ കാഴ്ചവെച്ചിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ നിയമസഭയിൽ തൻ്റെ സാന്നിധ്യം അറിയിക്കാനുള്ള ഒരു തത്രപ്പാടാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എത്ര പ്രകോപിതരായാലും എത്രയൊക്കെ പ്രകോപനങ്ങൾ ഉണ്ടാക്കിയാലും ഞാൻ വാച്ച് ആൻഡ് വാർഡിനെ വിളിക്കില്ല എന്നുള്ളതാണ്. അത് തീർത്തും പിണറായി വിജയൻ്റെ മുഖത്തേറ്റ ഒരു അടി തന്നെയാണ്. കാരണം അലമ്പുണ്ടാക്കി എങ്ങനെയെങ്കിലും വാച്ച് ആൻഡ് വാർഡിനെ വിളിച്ച് അവർ വന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ അവിടെ ഇടിച്ചു, എൻ്റെ ഇവിടെ ഇടിച്ചു, എൻ്റെ കൈ ഒടിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പ്രചാരണം നടത്താമെന്നുള്ള ഒരു ധാരണ ഈ ഇടതുപക്ഷത്തെ MLA മാർക്കുണ്ടായിരിക്കും. കാരണം 4-5 ചെറുപ്പക്കാർ മാത്രമാണുള്ളത്. ബാക്കിയുള്ളതെല്ലാം താഴേക്ക് പ്രായമുള്ള ആൾക്കാരാണ്, 60 വയസ്സിന് ഒക്കെ മുകളിലുള്ള ആൾക്കാരാണ് ബാക്കിയുള്ളവരൊക്കെ. പലർക്കും നടക്കാൻ പോലും പരസഹായം വേണ്ട ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ്റെ ഇത്തരം നാടകങ്ങളൊന്നും ഇനി അധികം വിലപ്പോകില്ല. അന്തം കമ്മികൾക്കൊക്കെ ഇത്
ആഘോഷിക്കാം, ഞങ്ങളുടെ പിണറായി വിജയൻ കണ്ടില്ലേ ചോദ്യം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കാം എന്നുള്ളതല്ലാതെ അയാളെ കൂടുതൽ പരിഹാസപാത്രമാക്കാൻ വേണ്ടി മാത്രമേ ഉപകരിക്കൂ. വിതച്ചതേ കൊയ്യൂ എന്നുള്ള ഒരു കാര്യം കൂടി പിണറായി വിജയനെ പോലെയുള്ളവർ ഓർക്കേണ്ടത് നല്ലതാണ്. എന്തായാലും ഈ നിയമസഭയിൽ ഇത്തരത്തിലുള്ള ഈ പ്രകടനങ്ങളൊക്കെ മൂന്നാം കിട വില കുറഞ്ഞ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുമ്പോൾ അത് കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ബോധമെങ്കിലും ഇവർക്കൊക്കെ വേണം. അല്ലെങ്കിൽ തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ഈ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ ഒന്ന് പിണറായി വിജയന് പറഞ്ഞു കൊടുത്താൽ നന്നായിരുന്നു.